സഹകാരി റൈസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. LD എക്സാം നമുക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. കറണ്ട് അഫയേഴ്സ് ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചു പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും തന്നെ മിസ് ചെയ്യാതെ എല്ലാവരും കാണുക, പഠിക്കുക. ഈ എക്സാം ഈ LD നിങ്ങൾക്കുള്ളതാണെന്ന് ഉറപ്പിച്ച് തന്നെ ഓരോ ദിവസവും മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. റിപ്പബ്ലിക് ഡേയെ പറ്റിയുള്ള വസ്തുതകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 2022, 2023, 2024 വർഷങ്ങളിലെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നോക്കാം. അപ്പോൾ ആദ്യമായി 2022 റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ടത് നോക്കാം. ഇന്ത്യയുടെ 73ാം റിപ്പബ്ലിക് ദിനമാണ് 2022 നമ്മൾ ആഘോഷിച്ചത്. എത്രാമത്തെയാണ്? 73ാം റിപ്പബ്ലിക് ദിനമാണ് 2022. 73ാം റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്യത്തെ ആദ്യ വനിതാ റാഫേൽ യുദ്ധവിമാന പൈലറ്റ് എങ്ങനെയായിരുന്നു? രാജ്യത്തെ ആദ്യ വനിതാ റാഫേൽ യുദ്ധവിമാന പൈലറ്റ് ആരാണ്? ശിവാംഗി സിംഗ്. ഇപ്പോൾ 73ാം റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്യത്തെ ആദ്യ വനിതാ റാഫേൽ യുദ്ധവിമാന പൈലറ്റ് ആയത് ശിവാംഗി സിംഗ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ യുദ്ധവിമാന പൈലറ്റാണ് ശിവാംഗി. അപ്പോൾ റാഫേൽ യുദ്ധവിമാന പൈലറ്റ് ഓടിക്കുന്ന ആദ്യത്തെ വനിതയാണ് ശിവാംഗി സിംഗ്. എന്നാൽ യുദ്ധവിമാനം ഓടിക്കുന്ന, അതായത് ഇന്ത്യയുടെ രണ്ടാമത്തെ യുദ്ധവിമാന പൈലറ്റ് ആണ് ശിവാംഗി. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ആദ്യ യുദ്ധവിമാന പൈലറ്റ് ആര്? ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ഭാവന കാന്ത്. ഇന്ത്യയുടെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ഭാവന കാന്ത്. രണ്ടാമത്തേത് ശിവാംഗി സിംഗ്. ഇന്ത്യയുടെ ആദ്യ വനിതാ റാഫേൽ യുദ്ധവിമാന പൈലറ്റാണ് ശിവാംഗി സിംഗ്. 2022 73ാം റിപ്പബ്ലിക് ദിനത്തിൽ അവതരിപ്പിച്ച നിശ്ചല ദൃശ്യങ്ങളുടെ എണ്ണം 21. നിശ്ചല ദൃശ്യങ്ങളുടെ എണ്ണം 21. മുഖ്യ അതിഥികളായി ക്ഷണിച്ചിരുന്നത് മധ്യേഷ്യൻ രാജ്യത്തലവന്മാരെ ആയിരുന്നെങ്കിലും കോവിഡ് വ്യാപനം മൂലം ആർക്കും പങ്കെടുക്കാനായില്ല. അപ്പോൾ മധ്യേഷ്യൻ രാജ്യത്തലവന്മാരെ അതിഥികളായി ക്ഷണിച്ചിരുന്നു, എന്നാൽ കോവിഡ് കാരണം ആർക്കും തന്നെ പങ്കെടുക്കാനായില്ല. അടുത്തത്, ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ് 2022 റിപ്പബ്ലിക് ദിനത്തോടൊപ്പം ആചരിച്ചത്? ആരുടെയാണ്? നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് നമ്മൾ 2022 73ാം റിപ്പബ്ലിക് ദിനത്തോടൊപ്പം ആചരിച്ചത്. എത്രാമത്തെ ആയിരുന്നു? 125ാം ജന്മവാർഷികം. എത്രാമത്തെ ആയിരുന്നു? 125ാം ജന്മവാർഷികമായിരുന്നു 2022 ആചരിച്ചത്. ഓക്കെ. മികച്ച നിശ്ചല ദൃശ്യം. 21 നിശ്ചല ദൃശ്യങ്ങളെ അവതരിപ്പിച്ചതിൽ മികച്ച നിശ്ചല ദൃശ്യം UPയുടേതായിരുന്നു, ഉത്തർപ്രദേശിൻ്റെതായിരുന്നു മികച്ച നിശ്ചല ദൃശ്യം. രാഷ്ട്രപതിയുടെ അംഗരക്ഷക സൈന്യത്തിൽ നിന്നും, അപ്പോൾ എങ്ങനെയാണ്? രാഷ്ട്രപതിയുടെ അംഗരക്ഷക സൈന്യത്തിൽ നിന്നും യാത്രയയപ്പ് നൽകിയ കുതിര ഏതാണ്? വിരാട്. ഏതാണ്? വിരാട് എന്ന കുതിരയ്ക്കാണ് രാഷ്ട്രപതിയുടെ അംഗരക്ഷക സൈന്യത്തിൽ നിന്നും 2022 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് യാത്രയയപ്പ് നൽകിയത്. അപ്പോൾ 2022മായി ബന്ധപ്പെട്ട വസ്തുതകൾ ഇത്രയുമാണ്. 73ാമത് റിപ്പബ്ലിക് ദിനം ആണ് ആഘോഷിച്ചതെന്ന് ഓർക്കുക. ശിവാംഗി സിംഗ് റാഫേൽ യുദ്ധവിമാനം, രാജ്യത്തെ ആദ്യ റാഫേൽ യുദ്ധവിമാന പൈലറ്റാണ് ശിവാംഗി സിംഗ്. രാജ്യത്തെ രണ്ടാമത്തെ യുദ്ധവിമാന പൈലറ്റാണ് ശിവാംഗി സിംഗ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ യുദ്ധവിമാന പൈലറ്റാണ് ഭാവന. ഓക്കെ. അപ്പോൾ അടുത്തത് 2023 റിപ്പബ്ലിക് ഡേ. ഇന്ത്യയുടെ 74ാം റിപ്പബ്ലിക് ദിനമാണ് 2023 നമ്മൾ ആഘോഷിച്ചത്. തീം ജൻ ഭാഗീദാരി, അതായത് ജനങ്ങളുടെ പങ്കാളിത്തം. എന്താണ്? ജൻ ഭാഗീദാരി അല്ലെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം എന്നതാണ് തീം. മുഖ്യ അതിഥി ആരായിരുന്നു? അബ്ദുൽ ഫത്താഹ് അൽ സിസി. അപ്പോൾ ആരായിരുന്നു? അബ്ദുൽ ഫത്താഹ് അൽ സിസി. ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. 2022 നമ്മൾ പറഞ്ഞു മധ്യേഷ്യയിലെ രാഷ്ട്രത്തലവന്മാരെ ക്ഷണിച്ചിരുന്നെങ്കിലും കോവിഡ് വ്യാപനം മൂലം അവർക്ക് പങ്കെടുക്കാനായില്ല. അപ്പോൾ 2023 മുഖ്യാതിഥി ഉണ്ട്. ആരാണ്? അബ്ദുൽ ഫത്താഹ് അൽ സിസി. ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. BSFന്റെ ഒട്ടക സംഘത്തിൽ ആദ്യമായി വനിതകളും പങ്കെടുത്തു എന്നത്
2023 റിപ്പബ്ലിക് ദിനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ എന്താണ്, ഏതിന്റെയാണ്? BSFന്റെ ഒട്ടക സംഘത്തിൽ ആദ്യമായി വനിതകളും പങ്കെടുത്തു. അടുത്തത് CRPFന്റെ വനിതകൾ ഉൾക്കൊള്ളുന്ന സംഘം പരേഡിന്റെ ഭാഗമായി. കൂടാതെ CRPFന്റെ വനിതകൾ ഉൾക്കൊള്ളുന്ന സംഘവും പരേഡിന്റെ ഭാഗമായി. എത്രാമത്? 74ാം റിപ്പബ്ലിക് ദിന പരേഡിലാണ് CRPFന്റെ വനിതകൾ ഉൾക്കൊള്ളുന്ന സംഘം പരേഡിന്റെ ഭാഗമാകുന്നത്. അഗ്നിവീർ പരേഡിന്റെ ഭാഗമായി. അഗ്നിവീർ പരേഡിന്റെ ഭാഗമായതും 2023 74ാം റിപ്പബ്ലിക് ദിന ആഘോഷവേളയിലാണ് അഗ്നിവീർ പരേഡിന്റെ ഭാഗമായത്. അപ്പോൾ BSFന്റെ ഒട്ടക സംഘത്തിൽ ആദ്യമായി വനിതകൾ പങ്കെടുത്തു. കൂടാതെ CRPFന്റെ വനിതകൾ ഉൾക്കൊള്ളുന്ന സംഘം പരേഡിന്റെ ഭാഗമായി. CRPFന്റെ വനിതകൾ ഉൾക്കൊള്ളുന്ന സംഘം പരേഡിന്റെ ഭാഗമായി. BSFന്റെ ഒട്ടക സംഘത്തിൽ വനിതകൾ ഭാഗമായി. ഓക്കെ. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ടാബ്ലോ അവതരിപ്പിച്ചു. അപ്പോൾ ഏതാണ്? നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ടാബ്ലോ അവതരിപ്പിച്ചതും 2023 74ാം റിപ്പബ്ലിക് ദിന പരേഡിലാണ്. കേരളം അവതരിപ്പിച്ച ടാബ്ലോയുടെ തീമാണ് സ്ത്രീ ശക്തി. കേരളവും ടാബ്ലോ അവതരിപ്പിച്ചു. ഏതായിരുന്നു? സ്ത്രീ ശക്തി എന്ന ടാബ്ലോ കേരളം അവതരിപ്പിച്ചത് 2023 റിപ്പബ്ലിക് ദിന പരേഡിലാണ്. ഓർക്കുക. അപ്പോൾ ബേപ്പൂർ ഉരുവിന്റെ ആകൃതിയിലുള്ളതാണ് ഈ ടാബ്ലോ. അപ്പൊ സ്ത്രീ ശക്തിയാണ് നമ്മുടെ ടാബ്ലോയുടെ തീം. അത് എന്തിന്റെ ആകൃതിയാണ്? ബേപ്പൂർ ഉരുവിന്റെ ആകൃതിയിലുള്ളതാണ് ഈ ടാബ്ലോ. 2019 നാരി ശക്തി പുരസ്കാരം നേടിയ കാർത്യായനി അമ്മ. അപ്പോൾ 2019, അതായത് 96ാം വയസ്സിൽ സാക്ഷരത നേടിയ വ്യക്തിയാണ് നമ്മുടെ കാർത്യായനി അമ്മ. അപ്പൊ കാർത്യായനി അമ്മയും ഉണ്ട്. 2020 ദേശീയ പുരസ്കാരം നേടിയ നഞ്ചിയമ്മ. 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ നമ്മുടെ നഞ്ചിയമ്മയും കാർത്യായനി അമ്മയും ടാബ്ലോയുടെ ഭാഗമായിരുന്നു. ഓർത്തു വെക്കുക. ബേപ്പൂർ ഉരുവിന്റെ ആകൃതിയിലുള്ളതാണ് ഈ ടാബ്ലോ. എന്തിന്റെ ആകൃതിയിലുള്ളതാണ്? ബേപ്പൂർ ഉരുവിന്റെ ആകൃതിയിലുള്ളതാണ് ഈ ടാബ്ലോ. നാരി ശക്തി എന്ന ആശയം കൊണ്ടുവന്നത് സിനി കെ തോമസ്. ആരാണ്? സിനി കെ തോമസ് ആണ് നാരി ശക്തി എന്ന ആശയം കൊണ്ടുവന്നത്. 96ാം വയസ്സിലാണ് കാർത്യായനി അമ്മ സാക്ഷരത നേടിയത്. എത്രാം വയസ്സിലാണ്? 96ാം വയസ്സിൽ. റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത് കർത്തവ്യപഥ്, നമ്മുടെ ചെങ്കോട്ടയിലെ കർത്തവ്യപഥ്, അതായത് രാജ്പഥിന്റെ പുതിയ പേരാണ് കർത്തവ്യപഥ് എന്ന പേര് മാറ്റിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ് 2023 നടന്നത്. ഓർത്തിരിക്കുക. 74ാം റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി സ്വീകരിച്ചത് 21 ഗൺ സല്യൂട്ട് ആണ്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. 74ാം റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി സ്വീകരിച്ചത് 21 ഗൺ സല്യൂട്ട് ആണ്. ഓക്കെ. അപ്പോൾ ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഉത്തർപ്രദേശ്. 2022 നോക്കിയാലും ഉത്തർപ്രദേശ് തന്നെയാണ്. 2023 ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഉത്തർപ്രദേശ്, 2ാം സ്ഥാനം മഹാരാഷ്ട്ര. അപ്പോൾ 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഉത്തർപ്രദേശാണ്, 2ാം സ്ഥാനം മഹാരാഷ്ട്ര. ഇപ്പോൾ 2023 നടന്നത് 74ാമത് റിപ്പബ്ലിക് ദിന ആഘോഷമാണ്. കേരളത്തിന്റെ ടാബ്ലോയുടെ തീം എന്തായിരുന്നു? നാരി ശക്തി എന്നതാണ്. ഇപ്പൊ സിനി കെ തോമസ് ആണ് നാരി ശക്തി എന്ന ആശയം കൊണ്ടുവന്നത്. ബേപ്പൂർ ഉരുവിന്റെ ആകൃതിയിലുള്ളതാണ് ഈ ടാബ്ലോ. ഇത്രയും ഓർത്തിരിക്കുക. ടാബ്ലോകളിൽ ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഉത്തർപ്രദേശ്, 2ാം സ്ഥാനം മഹാരാഷ്ട്ര. അടുത്തത് 2024 റിപ്പബ്ലിക് ഡേ. നമുക്ക് ഏറ്റവും കൂടുതൽ ഫാക്ട് വേണ്ടത് 2024 നിന്നാണ്, റീസെന്റ് ആയിട്ട് നടന്നതുകൊണ്ട്. എന്ന് വെച്ച് 2023 നിസ്സാരക്കാരനല്ല, അതും നോക്കി വെക്കുക. ഇത് കുറച്ചുകൂടി നോക്കുക. 2024 ആഘോഷിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 75ാം റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ 2024 ആഘോഷിച്ചത്. എത്രാമത്തേതാണ്? 75ാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2024 ആഘോഷിച്ചത്. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെയാണ്? കർത്തവ്യപഥ്. നമ്മൾ പറഞ്ഞു 2023 ആദ്യമായി കർത്തവ്യപഥിൽ വെച്ച്
റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത്. അപ്പൊ 2024 നടന്നത് കർത്തവ്യപഥിൽ വെച്ചാണ്. മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 നമ്മുടെ 75ാം റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി. 2023 ആരായിരുന്നു മുഖ്യ അതിഥി? അബ്ദുൽ ഫത്താഹ് അൽ സിസി, ഈജിപ്തിലെ പ്രസിഡന്റ് ആണ്. അപ്പൊ 2024 തിരിഞ്ഞു പോകരുത്. 2024 ഫ്രഞ്ചിൽ നിന്നാണ് നമ്മൾ ആളെ കൊണ്ടുവന്നത്, ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ ആളെ കൊണ്ടുവന്നത്. ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ. ആദ്യ റിപ്പബ്ലിക് ദിന മുഖ്യ അതിഥി അഹമ്മദ് സുഗാർണോ. അപ്പോൾ 2023 അബ്ദുൽ ഫത്താഹ് അൽ സിസി, 24 ഇമ്മാനുവൽ മാക്രോൺ. അങ്ങനെയെങ്കിൽ PSCക്ക് തോന്നാം ഇവർ രണ്ടുപേരെയും വേണ്ട. അങ്ങനെയെങ്കിൽ ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ, ആദ്യത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? മുഹമ്മദ് സുഗാർണോ. ആരാണ് അഹമ്മദ് സുഗാർണോ? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റായ അഹമ്മദ് സുഗാർണോയാണ് ആദ്യ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായി എത്തിയത്. പ്രമേയം എന്തായിരുന്നു 2024 പ്രമേയം? വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോക്തന്ത്ര കി മാതൃക. അപ്പൊ എന്താണ്? വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോക്തന്ത്ര കി മാതൃക. ഡെവലപ്ഡ് ഇന്ത്യ ആൻഡ് ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി. ഓക്കെ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഉപയോഗിച്ചിരുന്ന ഗാന്ധിജിയുടെ ഇഷ്ടഗാനമായ അബൈഡ് വിത്ത് മീ. അപ്പോൾ ഏതാണ്? റിപ്പബ്ലിക് ദിന പരേഡിൽ ഉപയോഗിച്ചിരുന്ന ഗാന്ധിജിയുടെ ഇഷ്ടഗാനമായ അബൈഡ് വിത്ത് മീക്ക് പകരം ഉൾപ്പെടുത്തിയത് യേ മേരെ വതൻ കെ ലോഹോം. എന്താണ്? യേ മേരെ വതൻ കെ ലോഹോം ആണ് പുതുതായി ഉൾപ്പെടുത്തിയ ഗാനം. അപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത് ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട അബൈഡ് വിത്ത് മീ എന്ന ഒരു ഗാനമാണ്. അത് മാറ്റി പുതിയ ഒന്ന് കൊണ്ടുവന്നിരിക്കുന്നു, യേ മേരെ വതൻ കെ ലോഹോം. മറന്നു പോകരുത്. 75ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം. അപ്പോൾ 75ാമത്തെ റിപ്പബ്ലിക് ദിനമായതുകൊണ്ട് തന്നെ 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്. എത്ര രൂപയുടേതാണ്? 75. റിപ്പബ്ലിക് ദിന പരേഡിൽ നേവി കണ്ടീജന്റ് സംഘത്തിന്റെ പ്ലാറ്റൂൺ കമാൻഡറായ ആദ്യ മലയാളി വനിതയാണ് H. ദേവിക. എന്താണ്? റിപ്പബ്ലിക് ദിന പരേഡിൽ നേവി കണ്ടീജന്റ് സംഘത്തിന്റെ, ഏതാണ്? നേവി കണ്ടീജന്റ് സംഘത്തിന്റെ പ്ലാറ്റൂൺ കമാൻഡറായ മലയാളി വനിതയാണ് H. ദേവിക. ആരാണ് H. ദേവിക? റിപ്പബ്ലിക് ദിന പരേഡിൽ നേവി കണ്ടീജന്റ് സംഘത്തിന്റെ പ്ലാറ്റൂൺ കമാൻഡറായ ആദ്യ മലയാളി വനിതയാണ് H. ദേവിക. ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത ശ്വേത കെ സുഗതൻ. ഇപ്പോൾ 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ, 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ. ആരാണ്? ശ്വേത കെ സുഗതൻ. നേവി കണ്ടീജന്റ് പ്ലാറ്റൂണിനെ നയിച്ചത് H. ദേവിക. ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത ശ്വേത കെ സുഗതൻ. അങ്ങനെയെങ്കിൽ CRPFനെ നയിച്ച മലയാളി വനിതയാണ് ആര്? മേഘ നായർ. നമ്മൾ പറഞ്ഞു 2023 CRPFൽ വനിതാ സംഘത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പരേഡ് നടത്തിയിരുന്നു. അപ്പോൾ പിറ്റേ വർഷം 2024 CRPFനെ നയിച്ച മലയാളി വനിതയാണ് മേഘ നായർ. ഫ്രഞ്ച് സൈന്യം 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തു. ഏത് സൈന്യമാണ്, ഏത് വിദേശ സൈന്യമാണ് 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തത്? ഫ്രഞ്ച് സൈന്യമാണ്. ISRO അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രമേയം ചന്ദ്രയാൻ 3 എന്നതാണ്. ISRO അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രമേയമാണ് ചന്ദ്രയാൻ 3. അതിൽ ആദിത്യ L1, LVM-3, ഗഗൻയാൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നിവയും ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രയാനാണ് ISRO അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രമേയം. അതിൽ ആദിത്യ L1, LVM-3, ഗഗൻയാൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നിവയും ഉണ്ടായിരുന്നു. വിദേശകാര്യ മന്ത്രാലയം അവതരിപ്പിച്ച ടാബ്ലോ ആണ് G20 ഉച്ചകോടിയുടെ വിജയം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ G20യെ പറ്റി പഠിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി നമുക്കിത് പറയാം. വിദേശകാര്യ മന്ത്രാലയം അവതരിപ്പിച്ച ടാബ്ലോ G20 ഉച്ചകോടിയുടെ വിജയം. 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ സ്മരണയ്ക്കായി ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പാൻ ഇന്ത്യ ക്യാമ്പയിൻ ഏതാണ്? ഹമാര സംവിധാൻ ഹമാര സമ്മാൻ. ഏതാണത്?
75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ സ്മരണയ്ക്കായി ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പാൻ ഇന്ത്യ ക്യാമ്പയിനാണ് ഹമാര സംവിധാൻ ഹമാര സമ്മാൻ. ഇത് ഉദ്ഘാടനം ചെയ്തത് ജഗ്ദീപ് ധൻഖർ ആണ്. ഏതാണത്? ഹമാര സംവിധാൻ ഹമാര സമ്മാൻ. ഹമാര സംവിധാൻ ഹമാര സമ്മാൻ. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യമാണ് ഫ്രഞ്ച് സൈന്യം. ഓക്കെ. മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയത് ഒഡീഷയാണ്. തീം എന്തായിരുന്നു? വുമൺ എംപവർമെന്റ് ഇൻ വികസിത് ഭാരത്. അപ്പോൾ 2024 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയത് ഒഡീഷയാണ്. തീം എന്തായിരുന്നു? വുമൺ എംപവർമെന്റ് ഇൻ വികസിത് ഭാരത്. എന്താണ്? വുമൺ എംപവർമെന്റ് ഇൻ വികസിത് ഭാരത്. അപ്പോൾ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയത് ഒഡീഷയാണ്. തീം എന്തായിരുന്നു? വുമൺ എംപവർമെന്റ് ഇൻ വികസിത് ഭാരത്. കുറച്ച് ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. താഴെ പറയുന്നവയിൽ 2024 റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനയാണ് നോക്കേണ്ടത്. 2024 റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ടതാണ്. 1. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനമാണ് 2024 ആഘോഷിച്ചത്. ശരിയാണ്. 2024 75ാമത് റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത്. അപ്പോൾ ഓപ്ഷൻ 1 ശരിയാണ്. കർമ്മപഥിൽ നടത്തുന്ന ആദ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ്. ആണോ? കർമ്മപഥിൽ നടത്തുന്ന ആദ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷമായിരുന്നോ? അല്ല. ആദ്യം 2023 കർമ്മപഥിൽ വെച്ച് റിപ്പബ്ലിക് ദിന പരേഡ് നടത്തുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ 2 തെറ്റാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ 125ാം ജന്മവാർഷികം ആഘോഷിച്ചു. സുഭാഷ് ചന്ദ്രബോസിന്റെ 125ാം ജന്മവാർഷികം ആഘോഷിച്ച റിപ്പബ്ലിക് ദിനം ഏതാണ്? 2024 ആണോ? അല്ല, അത് 2022 2022 സുഭാഷ് ചന്ദ്രബോസിന്റെ 125ാം ജന്മവാർഷികം ആഘോഷിച്ചത്. അപ്പോൾ ഓപ്ഷൻ 3 തെറ്റാണ്. ഫ്രഞ്ച് സൈന്യം 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തു. ശരിയോ തെറ്റോ? ശരിയാണ്. കാരണം 2024 നമ്മുടെ മുഖ്യ അതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ 1 ശരിയാണ്, 4 ശരിയാണ്. ഓപ്ഷനിലോട്ട് പോകാം. എ 1ഉം 2ഉം ശരി. 1ഉം 2ഉം ശരിയാണോ? 1 ശരിയാണ്, 2 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ബി 1 മാത്രം ശരി. നമ്മൾ പറഞ്ഞു ഓപ്ഷൻ 4ഉം ശരിയാണ്. അപ്പോൾ 1 മാത്രം ശരി എന്നതും തെറ്റാണ്. സി 1ഉം 4ഉം ശരി. 1ഉം 4ഉം ശരി. ഓപ്ഷൻ സി 1ഉം 4ഉം ശരി. ഓപ്ഷൻ ഡി എല്ലാം ശരി. എല്ലാം ശരിയല്ല, 2ഉം 3ഉം തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം ശരി. ഓപ്ഷൻ സി 1ഉം 4ഉം ശരിയാണ് ആൻസറായി വരുന്നത്. അടുത്ത ചോദ്യം. കർത്തവ്യപഥ് റിപ്പബ്ലിക് ദിന പരേഡിനായി ആദ്യമായി ഉപയോഗിച്ചത് എത്രാമത്തെ റിപ്പബ്ലിക് ദിനത്തിലാണ്? അപ്പോൾ എന്താണ് ചോദ്യം? കർത്തവ്യപഥ് റിപ്പബ്ലിക് ദിന പരേഡിനായി ആദ്യമായി ഉപയോഗിച്ചത് എത്രാമത്തെ റിപ്പബ്ലിക് ദിനത്തിലാണ്? കർത്തവ്യപഥ് എന്ന് പറയുമ്പോൾ പേര് മാറ്റിയെന്നേ ഉള്ളൂ. എന്നിരുന്നാലും അങ്ങനെ പേര് മാറ്റിയതിന് ശേഷം ആദ്യം നടത്തുന്ന റിപ്പബ്ലിക് ദിനാഘോഷം എത്രാമത്തേതാണ്? 2023 എന്ന് നമ്മൾ പറഞ്ഞു. അത് എത്രാമത്തേതാണ്? 74. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. 74ാം റിപ്പബ്ലിക് ദിനത്തിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോ തീം എന്താണ്? 74ാം റിപ്പബ്ലിക് ദിനത്തിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോ തീം. ഓപ്ഷൻ എ നാരീശക്തി, ബി തനതു കലകൾ, സി ടൂറിസം അറ്റ് 74, ഡി ഗോത്ര നൃത്തം. ഏതാണ്? ഓപ്ഷൻ എ നാരീശക്തിയാണ്. ടൂറിസം അറ്റ് 74 അല്ല, ടൂറിസം അറ്റ് 75 വരുന്നുണ്ട്. അത് 2024 കേരളം അവതരിപ്പിക്കാനിരുന്ന തീമായിരുന്നു. പക്ഷെ അതിന് അംഗീകാരം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ തീം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. ടൂറിസം അറ്റ് 74 എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് സ്പാർക്ക് അടിക്കും. ടൂറിസം അറ്റ് അങ്ങനെ ഒന്ന് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ടൂറിസം അറ്റ് 74 അല്ല, നാരീശക്തിയാണ് ഉത്തരം. വ്യക്തമായി തന്നെ പഠിക്കുക,
ഓരോ പ്രാവശ്യവും പറയുകയാണ്, ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ വ്യക്തമായിട്ട് വായിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി മാത്രം ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. അപ്പോൾ 74ാം റിപ്പബ്ലിക് ദിനത്തിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോ തീം ഏതാണ്? നാരീശക്തി. ഏതാണ്? നാരീശക്തി. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് PSCക്ക് ആവശ്യമായ ഒട്ടുമിക്ക വസ്തുതകളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് തന്നെ ഇത് ഉപയോഗപ്പെടുത്തുക. താങ്ക്